ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ടേം 1 കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 100 സെന്റിമീറ്റർ. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സർക്കിൾ ഈസ്. നമുക്ക് സർക്കംഫറൻസ് ആണ് തന്നിട്ടുള്ളത്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അവിടെ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സർക്കിൾ, സർക്കിളിന്റെ ഉള്ളിലാണ് സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഈ സ്ക്വയറിന്റെ സൈഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ സൈഡ് കാണണമെങ്കിൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആദ്യം കിട്ടണം. ഡയമീറ്റർ കിട്ടാൻ വേണ്ടി റേഡിയസ് ഇസ് ഈക്വൽ ടു 100/2π. 100/2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50/π ആണ് നമുക്ക് റേഡിയസ്. റേഡിയസ് സ്ക്വയറിന്റെ ഡയഗണലിന് ഈക്വൽ ആണ്. അതായത് സർക്കിളിന്റെ ഉള്ളിൽ സ്ക്വയർ വരികയാണെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്ററും സ്ക്വയറിന്റെ ഡയഗണലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ഈക്വൽ ടു ഡയഗണൽ ആണ്. അപ്പൊ ഡയഗണൽ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ഇൻറ്റു സൈഡ്. അത് ഡയമീറ്ററിനാണ് ഈക്വൽ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r. അപ്പൊ 2r എന്ന് പറയുന്നത് 100/π ആണ്. അപ്പോൾ 50/π ആണ് റേഡിയസ് എങ്കിൽ 2r എന്ന് പറയുന്നത് 100/π ആണ്. സൈഡ് എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ 100 അതായത് 100/√2 ഇൻറ്റു പൈ. ഇനി √2 ഡിവൈഡ് ബൈ √2 ചെയ്യാം. അപ്പോൾ ഇവിടെ 100 അതായത് 2 50/√2 ഇൻറ്റു √2 2 2ഉം 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 50/√2 50/π√2 എന്ന് കിട്ടും. 50/π√2 ആണ് നമുക്ക് സ്ക്വയറിന്റെ സൈഡ് വരിക. അപ്പൊ ഇതിൽ ഇത്രയും ഓർമ്മിക്കേണ്ടതുള്ളൂ. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആണ്. നമുക്ക് സർക്കംഫറൻസ് ആണ് തന്നിട്ടുള്ള. സർക്കംഫറൻസിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് കണ്ടുപിടിച്ചതിന് ശേഷം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു r ആണ്. √2 ഇൻറ്റു സൈഡ് ആണ് ഡയഗണൽ. അപ്പൊ സൈഡ് എന്ന് പറയുന്നത് 100/√2π ആണ് വരുന്നത്. √2 ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ റാഷണലൈസ് ചെയ്യുക. അപ്പൊ ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2. √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് 200 ക്യാൻസൽ ചെയ്യുമ്പോൾ 50√2/π എന്ന് കിട്ടും. അടുത്തത് അതില് the number of solutions of 3 raised to x plus y equal to 243 and 243 raised to x minus y equal to 3 ആണുള്ളത്. അപ്പോൾ 3 raised to x plus y equal to 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 243നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 3 8 ഇവിടെ 1 3 27 3 9 3 3. അപ്പൊ എത്രയാണ്? 3 raised to 5 ആണ് വരുന്നത്. 3 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x plus y equal to 5 എന്ന് എഴുതാം. അതുപോലെ 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 raised to 5 into x minus y equal to 3 raised to 1. അപ്പോൾ നമുക്ക് 5 into x minus y equal to 1, 5x minus 5y equal to 1. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. x plus y equal to 5, 5x minus 5y equal to 1. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ അതായത് a1/a2 എന്ന് പറയുന്നത് 1/5, b1/b2 എന്ന് പറയുന്നത് -1/5 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആയതുകൊണ്ട് നമുക്ക് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും, അതായത് 1 സൊല്യൂഷൻ. അങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, if 2 and 1/2 are zeros of px square plus 5x plus r, then നമുക്ക് അവിടെ പിയും ആറും ആണ് കണ്ടുപിടിക്കേണ്ടത്. സീറോസ്, രണ്ട് സീറോസ് തന്നിട്ടുണ്ട്. 2ഉം 1/2 ആണ്. അതായത് ആൽഫ ഈക്വൽ ടു 2, ബീറ്റ ഈക്വൽ ടു 1/2. നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് px square plus 5x plus r. അപ്പോൾ ഇതില് നമുക്ക് സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -b/a. ഇവിടെ -5/p. അതെന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 2 + 1/2. 2 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് വരിക? 5/2. അതായത് -5/p ഈക്വൽ ടു 5/2 എന്ന് പറഞ്ഞാൽ 5 5 ക്യാൻസൽ ആയി p ഈക്വൽ ടു -2 എന്ന് കിട്ടി. p -2 ആണ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് c/a. അതായത് 2 into 1/2 equal to r/p. അപ്പോൾ 1 equal to r/-2. അപ്പോൾ r equal to -2.
രണ്ടും നമുക്ക് -2 ആണ് കിട്ടുന്നത്. പിയും ആറും -2 ആണ് കിട്ടുന്നത്. അടുത്തത് പോയിന്റ് പി ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് R -1,3 and S 9,8 in the ratio k:1 if P lies on the line x minus y plus 2 equal to 0. ഇവിടെ R എന്ന് പറയുന്നത് -1,3, S എന്ന് പറയുന്നത് 9,8 in the ratio k:1. ഇവിടെ നമുക്ക് പോയിന്റ് സാധാരണ k റേഷ്യോ കാണണമെങ്കിൽ ഇവിടെ പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവൈഡ്സ് എക്സ് ആക്സിസ് ഡിവൈഡ്സ് ദ ലൈൻസ് വൈ ആക്സിസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ അതിന് പകരം നമുക്കൊരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സും വൈയും കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ എന്താണെന്നുള്ളത് കിട്ടും. അതായത് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെക്ഷൻ ഫോർമുല m1x2 plus m2x1 ഡിവൈഡ് ബൈ m1 plus m2 m1y2 plus m2y1 ഡിവൈഡ് ബൈ m1 plus m2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഇൻറ്റു x2 എന്ന് പറയുന്നത് 9 പ്ലസ് 1 ഇൻറ്റു -1 ബൈ കെ പ്ലസ് 1, ഇതാണ് എക്സ്. ഇനി y എന്ന് പറയുന്നത് k ഇൻറ്റു y2 എന്ന് പറയുന്നത് 8 പ്ലസ് 1 ഇൻറ്റു 3 y1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1. ഇത് എക്സ്, ഇത് y. നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 9k മൈനസ് 1 ബൈ കെ പ്ലസ് 1 മൈനസ് ഇവിടെ 8k plus 3 by k plus 1. അതായത് എക്സ് മൈനസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഇതിന് രണ്ടിനും ഡിനോമിനേറ്ററിൽ k പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 9k മൈനസ് 1 മൈനസ് 8k മൈനസ് 3, ഇവിടെ ഈ k പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു k പ്ലസ് 1. അപ്പോൾ നമുക്ക് LCM k പ്ലസ് 1 വരും. അത് ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ആയിപ്പോവും. അപ്പോൾ 9k മൈനസ് 8k, ഇവിടെ -4 വരും, ഇവിടെ പ്ലസ് 2k പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിനെ ഷോർട്ട് ആക്കുക. അപ്പോൾ 9k k പ്ലസ് k 2k എന്ന് പറയുന്നത് 3k മൈനസ് 2 ഈക്വൽ ടു 0. 3k ഈക്വൽ ടു 2, k ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് k ഈക്വൽ ടു 2/3. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈഡ്സ് എ ബി ആൻഡ് ബി ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ അറ്റ് ബി ആർ ഓഫ് ലെങ്ത് 16 cm and 8 cm respectively. Then the length of the side of the largest square that can be inscribed in the triangle AB. ABൻ്റെ ഉള്ളിലുള്ള ഈ സ്ക്വയർ DFG, അതായത് DFG, അതായത് FDGB എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ എക്സ് ആയിട്ട് എടുക്കാം. അതായത് സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ ABE എന്നുള്ള ട്രയാങ്കിളും DGE എന്നുള്ള ട്രയാങ്കിളും സിമിലർ ആണ്. ട്രയാങ്കിൾ ABE സിമിലർ ടു ട്രയാങ്കിൾ DGE ആണ്. കാരണം ബി 90 ഡിഗ്രി, ജിയും 90 ഡിഗ്രി, സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും എന്തായിരിക്കും 90 ഡിഗ്രി. അപ്പോൾ ബിയും ജിയും 90 ഡിഗ്രിയാണ് ആംഗിൾ. അതുപോലെ ABE BGക്ക് ഈക്വലായി ഇവിടെ ഈ കോമൺ ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലറായി AA സിമിലാരിറ്റിയിലും BGക്ക് ഈക്വലായി ഈ കോമണും ആയതുകൊണ്ട് AA സിമിലാരിറ്റിയിലാണ് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവുന്നത്. അപ്പോൾ AB ബൈ DG ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? BE. AB ബൈ DG ഈക്വൽ ടു BE ബൈ GE എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. AB എന്ന് പറയുന്നത് 16, DG എന്ന് പറയുന്നത് DG സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്തു. BE എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ GE എന്ന് പറയുന്നത്, അതായത് ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ മൊത്തം 8ൽ നിന്ന് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ GE കിട്ടി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 16 ഇൻറ്റു 8 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 8x. അപ്പോൾ ഇവിടെ 128 മൈനസ് 16x ഇസ് ഈക്വൽ ടു 8x. അതായത് 128 ഈക്വൽ ടു ഇപ്പോൾ 24x ആയി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 128 ബൈ 24. അപ്പോൾ ഇതിനെ നമ്മൾ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3, ഇതിനെ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 48ൽ 6. അപ്പോൾ 16/3 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്.
അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആക്കിയിട്ട് സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. Figure ABCD is a square of side 14 cm with EF, GHS midpoints of AB, BC, CD and DA respectively. The area shaded portion ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു സെമി സർക്കിൾ ഉണ്ട്. അതായത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ, അതായത് സെമി സർക്കിളിൻ്റെ ഏരിയയുടെ കൂടെ പ്ലസ്, അതായത് ഇത്രയും ഭാഗം ഏരിയ ഓഫ് സെമി സർക്കിൾ. ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ ഹാഫ്, അതായത് സ്ക്വയറിൻ്റെ ഹാഫിൽ നിന്ന് രണ്ട് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും പോകും ബാക്കി. അപ്പോൾ ഇതിൻ്റെ കൂടെ സെമി സർക്കിളിൻ്റെ ഏരിയയുടെ കൂടെ ഈ ഇത്രയും ഭാഗം നമുക്ക് ആഡ് ചെയ്യണം. അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ, നമുക്ക് ഫുള്ള് സ്ക്വയർ വേണ്ടി വരുന്നില്ല ഇവിടെ. ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിൻ്റെ പകുതിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, 2 ഇൻറ്റു ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ ആ രണ്ട് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ സ്ക്വയറിൻ്റെ പകുതിയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അത് സെമി സർക്കിളിൻ്റെ ഏരിയയോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് പൈ ആർ സ്ക്വയർ പ്ലസ് ഏരിയ സ്ക്വയർ എന്ന് പറയുന്നത് 40, സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 14 ഇൻറ്റു 40 മൈനസ് 2 ഇൻറ്റു ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ബൈ 4. അപ്പോൾ ഇവിടെ ഉണ്ടാവും ക്യാൻസൽ ആവും. അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 4, അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 2, ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ ബൈ 2 ഉണ്ട്. 2 ഇൻറ്റു 14 ഇൻറ്റു 14 മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് ഇത് മാത്രം വരും. അപ്പോൾ ഇത് 7. അപ്പോൾ 14 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98. അപ്പോൾ 98 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. The LCM of two prime numbers P and Q. P greater than Q is 221. Find the value of 3P minus Q. അവിടെ 221 എന്ന് പറയുന്നത് പിയും ക്യൂവിൻ്റെ രണ്ട് പ്രൈം നമ്പറിൻ്റെ LCM ആണ്. രണ്ട് പ്രൈം നമ്പറിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ 221 എന്ന് പറയുന്നത് 17 ഇൻറ്റു 13 ആണ്. 17 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 1 2 5 7 1 221 കിട്ടും. അപ്പോൾ പി എന്ന് പറയുന്നത് 17ഉം ക്യൂ എന്ന് പറയുന്നത് 13ഉം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3P മൈനസ് ക്യൂ ആണ്. അപ്പോൾ 3P മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 17 മൈനസ് ക്യൂ എന്ന് പറയുന്നത് 13. അപ്പോൾ 17 ഇൻറ്റു 3 എന്ന് പറയുന്നത് 251. 51 മൈനസ് 13, 51 മൈനസ് 13 എന്ന് പറയുമ്പോൾ ഇവിടെ 8 4 ആവുമ്പോൾ 38. അപ്പോൾ അതിൻ്റെ ആൻസർ 38. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if 217x plus 131y equal to 913, 131x plus 217y equal to 827, then x plus y. ഇപ്പോൾ ഇവിടെ എക്സ്, അതായത് ഇത് രണ്ടും ഇങ്ങനെ മാറി വരികയാണെങ്കിൽ 217x 131y, 131x 217y ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക, പിന്നെ രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ചെറിയ ഇക്വേഷൻസ് കിട്ടും. എന്നിട്ട് അതിനെ സോൾവ് ചെയ്ത് എക്സും വൈയും കിട്ടും. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈയെ കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, 217x പ്ലസ് 131y ഈക്വൽ ടു 913, ഇക്വേഷൻ 1. 131x പ്ലസ് 217y ഈക്വൽ ടു 827, ഇത് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിന് 8 4 3 x പ്ലസ് ഇവിടെ 8 4 3 y ഈക്വൽ ടു ഇതിന് രണ്ടിന് ആഡ് ചെയ്യുക 10 1 3 4 ഇവിടെ 70. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. 348 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, അതായത് 348 ഇൻറ്റു 5 എന്ന് പറയുന്നത് 4 2. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ടാകും. ഇതിനെ 348 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ 5 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈയെ കാണുന്നു, എക്സും വൈയും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി 1ഉം 2ഉം മൈനസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഇക്വേഷൻ കിട്ടും. അതിനെ രണ്ടിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം.
അടുത്തത് given below is the graph representing two linear equations by lines A, B, C and C D respectively. What is the area of triangle formed by these two lines and the line x is equal to 0. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ നമുക്ക് ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടെ 2, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 6 ആണ് ബേസ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 6 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, the equation of the perpendicular bisector of the line segment joining A 4,5 B minus 2,3. അതായത് A 4,5 B minus 2,3 P. അപ്പോൾ P of x y നമുക്ക് ലൈൻ സെഗ്മെന്റ് ആണ് കാണേണ്ടത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. പി എ ഈക്വൽ ടു പി ബി ആണ്. പി എ സ്ക്വയർ നമുക്ക് റൂട്ട് പോകാൻ വേണ്ടി പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് -2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ minus 8x plus 16 plus y square minus 10y plus 25 equal to x square plus 4x a plus b whole square. X square plus 4x plus 4 plus y square minus 6y plus 9. ഇവിടെ x സ്ക്വയറും y സ്ക്വയറും ക്യാൻസൽ ആവും. ഇവിടെ minus 8x, ഇവിടെ minus 4x. അപ്പോൾ minus 8x minus 4x വന്നു. ഇവിടെ minus 10y ഉണ്ട്. ഇവിടെ ഒരു -6y ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ്. ഇനി ഇത് രണ്ടും 41. ഇവിടെ 30 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ -12x -4y ഇവിടെ പ്ലസ് 41 എന്ന് 13 മൈനസ് ചെയ്യുക. അപ്പോൾ 8 ഇവിടെ 3 ആവുമ്പോൾ 2 പ്ലസ് 28 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x പ്ലസ് വൈ -4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ -7 ഈക്വൽ ടു 0. സൈന് മാറ്റുക. അതായത് -4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3x വരും. ഇവിടെ പ്ലസ് വൈ -4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് 1 ആവും. ഇവിടെ -4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ -7 വരും. അപ്പോൾ 3x പ്ലസ് വൈ -7 ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.